ഹായ് ഗൈസ്, നമുക്കിന്നൊരു ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് നമ്മുടെ സൗമ്യ സിസ്റ്ററുടെ അടുത്തേക്ക്. ഞാൻ ആദ്യം കോസ്റ്റ്യൂം മാർക്കായിട്ട് ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം മാർക്കിട്ട് തരാം. നമ്മുടെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. നമ്മുടെ അഞ്ചേച്ചിയാണ് ധാവണി എന്നെ കുത്തി തരുന്നത്. സൗമ്യച്ച് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വേണം പറഞ്ഞാ കുറഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്യണം. സൗമ്യച്ച് വന്നിട്ട് വേണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. നമുക്കിത് കൊടുങ്ങല്ലൂർ എത്തണം പോയിട്ട്. നമ്മുടെ ഫോട്ടോഗ്രാഫർ നമ്മളെയും വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കും. അപ്പം നമ്മൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം മേക്കപ്പ് ഒക്കെ തുടങ്ങിയിട്ട്. ഓക്കെ, ഇത് നമ്മുടെ ദക്ഷിണേരത്തെ അനീഷേട്ടൻ്റെ കോസ്റ്റ്യൂമാണ് കേട്ടോ. ഈ വൈറ്റ് ഓറഞ്ച് ഏതിൻ്റെ കളറ്? നല്ല കളറില്ല. ചേച്ചി ഇത് ചിരിക്കുക അവിടെ ഇരുന്നിട്ട് എൻ്റെ വ്ളോഗ് കണ്ടിട്ട് നല്ല രസമുണ്ടല്ലേ. താങ്ക് യു. ഞാൻ എന്തായാലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ സൗമ്യേച്ചി പച്ച തത്തയായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുള്ള പച്ച അല്ലേ, നല്ല ഭംഗിയുണ്ട്. പച്ചക്കമ്മൽ അതാണ് ഇവരൊക്കെ പാർലറുകാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓണർമാർ ഇങ്ങനെ തിളങ്ങിയിട്ടാണ് വരിക. നമ്മള് ഡ്രസ്സ് വാങ്ങാട്ടാ, അതാണ്. എന്തായാലും ഇപ്പൊ നമ്മള് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സൗമ്യച്ച് വന്നിട്ടാണ് എന്നെ തുടങ്ങുള്ളൂ, അതുകൊണ്ട് പിന്നെ പേടിക്കല്ല. സൗമ്യച്ച് എങ്ങനെയുണ്ട്? ഞാൻ നമ്മുടെ ഒരുവിധം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, ഇനി ഹെയർ ഉണ്ട്, പിന്നെ ധാവണി ഓൾറെഡി ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ ഉള്ളൂ. ഇനി ഹെയർ ചെയ്യാനാണ് സൗമ്യച്ചിന്ന് എന്നെ പിടിച്ച് കൊല്ല. ഞാൻ എടുത്തെടുത്ത ചേച്ചി വന്നോ നീങ്ങണ്ട. ശരിക്കും ഞാൻ സലികുമാറായി എന്ന് എനിക്കൊരു ഡൗട്ട്. മൈക്കിൾ എലിയാസ് അവസാനം നെയിൽ പോളിഷ് ഇട്ടു ഗൈസ്. ഞാൻ മിക്സ് ചെയ്തിട്ടാ നമ്മൾ ഓർണമെന്റ്സ് ഇട്ടതാ. നമ്മൾ അടുത്ത് വളയിടുന്നു ഗൈസ്. കുപ്പി വളരെ ഭയങ്കര പേടിയായിട്ടാണ് ചേച്ചി കൈ പൊട്ടുമെന്നുള്ള ടെൻഷൻ ഉണ്ടല്ലേ. മാല കമ്മലൊക്കെ നമ്മുടെ ഘാത്രാന്ന് എൻജോയ് സ്ട്രെസ്. നമ്മുടെ ദീപശിസ്ത്ര അടുത്ത മാലയും കമ്മലാണ്. സൗമ്യച്ച തന്നെ ഇവിടെ മറ്റേ ബ്രാഹ്മൺകുട്ടിയായിട്ട് ഇറക്കുന്നുണ്ടെന്ന്. പൂവൊക്കെയാ സൗമ്യ. തുളസിക്കതിരാണോ അത്? അത് വേണോ സൗമ്യച്ചി? എങ്ങനെയുണ്ട് ഗൈസ് മേക്കപ്പും ലുക്കും? ഭയങ്കര മുടികെട്ടലൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പത്തെ കയ്യില്ലേ? ഓക്കെ, ഇപ്പത്തെ കൈ തരാം. വളയിടാൻ ചടങ്ങിലാണെന്ന്. എൻ്റെ വളകാപ്പാണ് വളകാപ്പ്. ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഇങ്ങനത്തെ ഈ തലയിൽ വയ്ക്കുന്ന പൂവൊക്കെ വെച്ച് സൗമ്യച്ച് എന്നെ തമിഴത്തി ആക്കുന്നു. സൗമ്യച്ചിയെ നന്നായിട്ട് നോക്കി ബാക്കിൽ പോകുന്നത് കാണുന്നു. അതെ, എന്നാലും ആക്കണോ? ഇത്ര വേണം. സാധനമൊക്കെ നോക്ക് തൂങ്ങി കിടക്കണ കണ്ടോ? ഇനി അടാറും കൂടി ഇല്ല. ശരിക്കൊരു പാലക്കാട്ട് ആ പാട്ട് ചെയ്യാൻ കറക്റ്റാ ഞാൻ. പക്കത്തിലെ പുറപ്പാവി രാജ. ഓക്കെ ഗൈസ്, അപ്പൊ എന്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു തമിഴത്തിൽ ലുക്കായോ ഗൈസ്? നല്ല ലുക്കില്ലേ എന്നെ? അപ്പൊ അതാ മുടി കണ്ടോ? നമ്മുടെ ചെയ്ത സൗമ്യച്ച് കുറച്ച് തിരക്കിലാണ്. ഇപ്പൊ വരും. വളയും മാലയും കമ്മലും ഈ മാട്ടിയൊക്കെ നമ്മുടെ എൻജോയ് ഗാത്രത്തെ നമ്മുടെ ദീപിച്ച ഷോപ്പിലത്തെയാണ്. അതുപോലെ തന്നെ ഡ്രസ്സ് നമ്മുടെ ദക്ഷിണ അനീഷേട്ടന്റെ കോസ്റ്റ്യൂമാണ്. മേക്കപ്പ് പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ സൗമ്യച്ച മേക്കപ്പാണ്. അപ്പൊ ഫുൾ സെറ്റ് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു എന്താ പറയാ, ഇങ്ങനത്തെ ഈ ഒരു ലുക്ക് ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ചേച്ചിയെ ഇല്ല ചെയ്തിട്ടില്ല. എന്തായാലും അടിപൊളി. ഞാൻ സൗമ്യച്ചിനാണ് തരാം. സൗമ്യച്ചിക്ക് മൊത്തം ഡൗട്ടാണ് ഗൈസ്. എൻ്റെ സ്പ്രേ അടിച്ച് തന്നെ ഞാൻ എൻ്റെ ഡാൻസ് കളി കണ്ടിട്ട് ഭയങ്കര തുള്ളലാണെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് സ്പ്രേ അടിച്ചിട്ടാണ്. എന്താണ് സൗമ്യച്ചി സ്പ്രേ അടിക്കാൻ കാരണം? ഞാൻ നന്നായി പതുക്കില്ലേ ഡാൻസ് കളിക്കുള്ളൂ അല്ലേ? ഞാൻ കൂടിയുണ്ടെങ്കിൽ കുഴപ്പമില്ല, ടച്ചപ്പിന് സമയമുണ്ട്. അതെ, എന്താണ് കഴിഞ്ഞു ഊരി പോകുന്നൊന്നുമില്ല. ഞാൻ ഇങ്ങനെ വരും തിരിച്ച്. എന്തായാലും അടിപൊളി ലുക്കായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ല സുന്ദരിയാക്കി തന്നതിന് തന്നെ. അവിടെ ഫുള്ള് മുടിയും എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുക. എൻ്റെ എപ്പോഴും കഴിഞ്ഞിട്ടില്ല എൻ്റെ മുടിയുമൊക്കെ കണ്ട. അപ്പം എന്തായാലും നമ്മൾ കൊടുങ്ങല്ലൂർക്ക് പോട്ടെ. ഞാൻ ഡ്രൈവ് ചെയ്ത് കൊടുങ്ങല്ലൂർ വരെ എത്തണം ഗൈസ്. വയ്യ, പോട്ടെ. ബൈ സൗമ്യച്ചി, ബൈ പറ. അത് ഡ്രൈവ് ചെയ്ത് പോവാലോ, കുഴപ്പമൊന്നുമില്ല. ലൊക്കേഷൻ ഇടാൻ ഞാൻ ഇപ്പോൾ സംഭവം മേടിച്ചിട്ടുണ്ട്. കാരണം ഒട്ടിച്ച് വെച്ചിട്ട് ലൊക്കേഷൻ ഇട്ട് നോക്കി പോയി. അപ്പം എന്തായാലും താറ്റ ബൈ 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 ബൈ. ഡ്രൈവിംഗ് ആണ് കേട്ടോ. ആ സൗമ്യച്ചിക്ക് ഗൂഗിൾ പേ തരാൻ പറഞ്ഞു. സൂപ്പർ ഡ്രൈവിംഗ് ആണ്. താങ്ക് യു. അപ്പം എന്തായാലും നമ്മൾ ഇനി പോട്ടെ കേട്ടോ. ബൈ ചേച്ചി, ബൈ ബൈ. താങ്ക് യു. നമ്മൾ ഇറങ്ങിയ ഗൈസ്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവാണ്. ലൊക്കേഷൻ ഉള്ള കാരണം പിന്നെ അങ്ങനെ വർത്താനം പറയാനൊന്നും പറ്റില്ല. ഇനി അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പോട്ടെ.
ബൈ ബൈ. അങ്ങനെ നമ്മൾ ക്യാമറമാനെ പൊക്കി പിടിച്ച് കാറിൽ പറക്കിയിട്ടിട്ടുണ്ട്. ഇത് ഞാൻ സത്യം പറയട്ടെ, ഈ വീഡിയോ ഒരു വട്ടം എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോ രണ്ടാമത് എനിക്കിത് പറയാനൊന്നും അറിയില്ല. ഞാൻ ഒരു വട്ടം നന്നായി വായിട്ട് ഇത്ര അലച്ചതാണ്. ഒരു റോഡൊക്കെ പൊട്ടയാണ് ഗൈസ്. നമ്മുടെ തൃശ്ശൂർക്കൊക്കെ വരണം, നല്ല റോഡുകൾ കാണണം. എന്താ വാരിച്ചിട്ട് ഇങ്ങനെ റോഡൊക്കെ ഒരു വർഷത്തിനുള്ളിൽ റെഡിയാവും എന്തായാലും. ഇപ്പൊ എന്റെ മുഖം മാത്രമുള്ള ഇങ്ങനെ ഭയങ്കര ഇൻട്രോട്ടാണ്ട്, ആരോടും അങ്ങനെ മിണ്ടൊന്നുമില്ല. എന്താ ചെയ്യാ, പാവം ചേട്ട വായിൽ വരലിട്ട് കുത്തിയാ പോലും മിണ്ടില്ല. പൊട്ട റോഡും നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ. നമ്മുടെ തൃശ്ശൂരൊക്കെ കറക്റ്റ് ഇങ്ങനെ നല്ല റോഡ് കുണ്ടും കുഴിയും ഒക്കെ ഉണ്ട്. വരും മോളിൽ കൂടെ പറക്കാൻ പറ്റും. നീ പറക്കുന്നാണ് വിശ്വാസം. നമ്മളിപ്പോ എവിടേക്ക് പോണേ? കൊടുങ്ങല്ലൂർ. ഇയാളെ തട്ടിക്കൊണ്ടുപോകുക. എനിക്കറിയില്ല എവിടേക്ക് കൊണ്ടുപോകണമെന്ന്. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രം നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കണം. വേറെ ചീത്ത നീ എന്നെ അതും കൂടി പറഞ്ഞ് നാറ്റിക്കുന്നു. ഇല്ലേട്ടോ, പാവാണ് വാരിച്ചേട്ടൻ, പാവാണ് ഗൈസ്. പാവം കണ്ട അപ്പൊ നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് കാണാം. ഇങ്ങനെ കാണുമല്ലോ, എന്റെ മുഖം മാത്രമേ കാണുള്ളൂ. അപ്പൊ ഗൈസ് അവിടെ പോയിട്ട് കാണാം. ഗൈസ് അങ്ങനെ ഞാൻ എന്റെ വണ്ടി കൈമാറിയിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല തോന്നുന്നുണ്ട്. വാരിച്ചേട്ടൻ ബൈക്ക് ഓടിക്കുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, കാർ ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓടിക്കില്ലേ പറപ്പിച്ചോടെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് പെണ്ണ പതുക്കെ പോയാൽ മതിന്ന്. വാരിച്ചേട്ടൻ നന്നായി ഓടിക്കിട്ടാ. ഞാൻ പതുക്കെ പോകണമായിരുന്നു. ഞാൻ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ പോണതാണ്. ഗീർ മാറാൻ ഒരു ഇത് വരില്ലേ, പിടുത്തം വരില്ലേ, അതാണ്. പതുക്കെ പോയാൽ മതി. മറ്റേ ലോറിലൊക്കെ പതുക്കെ പോയാൽ മതി. ഏതിലെ ആണോ? ഈ വഴിയാ? ഈ ചേട്ടൻ ഈ ആളെ കൊണ്ടുപോകും. പാവം ചേട്ടനെ വാരിച്ചേട്ടാ. നിങ്ങൾ എന്തെങ്ങനെ നമ്മളിന്ന് അവിടെ എത്തും തോന്നുന്നു ഗൈസ്. ഞാൻ ഓടിക്കുമ്പോ എത്തായിരുന്നു, പക്ഷേ വാരിച്ചേട്ടാ ഓടിക്കുമ്പോ എത്തില്ലേ. അതേ ഓടിക്കാനൊക്കെ ഉണ്ട്. പ്രോ റൈഡറാണ്. കാലൊന്നും ഗീറുമ്പില്ല, ക്ലച്ച് ആക്സിലേറ്ററും ഉണ്ട്. നമ്മള് മുസിരീസിൽ പോട്ടെ ഗൈസ്. മുസിരീസിലേക്ക് നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഇന്ന് ഫുൾ വാരിച്ചേണ്ട വക ചെല്ല. അതെ, ഇന്ന് ഫുള്ള് നല്ല വാരിച്ചേണ്ട വക. എന്താ നോക്കല്ലേ, എന്ത് മനുഷ്യനല്ലേ. നമ്മളിപ്പോ ഏതോ ഒരു ലൊക്കേഷനിലേക്ക് വന്നിക്കാണ്. നല്ല പുഴയ്ക്കുള്ള ലൊക്കേഷനാണ് കേട്ടോ. നമ്മുടെ ക്യാമറാമാൻ നടന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേതോ എന്താ ചേട്ടാ ഇത് സ്ഥലം? നമ്മുടെ കാറിൽ നോക്കിയതാ വിമാനം പോണ്ട്. എവിടെയാന്ന് കാണാനില്ല, പക്ഷെ എനിക്ക് മുകളിലേക്ക് നോക്കുമ്പോ കണ്ണീന്നുള്ള വരിക. നല്ല സ്ഥലം, അടിപൊളി. അയ്യോ, നമ്മൾ ഷൂട്ട് തുടങ്ങണ്ട കേട്ടോ. ഓക്കെ. ഒരു ഡാൻസ് കഴിയുമ്പോഴേക്കും തളർന്ന് ധരിപ്പണമായ നന്ദനെയാണ് നിങ്ങൾ കാണുന്നത്. ഒരു ഡാൻസിന് 10-200 വട്ടം അടിപ്പിക്കും നമ്മുടെ ഈ ക്യാമറ ചേട്ടൻ. അതാണ് നമ്മുടെ ഈ ക്യാമറ ചേട്ടൻ്റെ പ്രത്യേകത. ഞാൻ എടുക്കണ്ടല്ലോ ചേട്ടൻ, എടുക്കുമോ? മരിച്ചു ഗൈസ്, മരിച്ചു. തളർന്ന് AC ഇട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ മരിക്കും. നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ഡാൻസ് കളിക്കണം, അല്ലെങ്കിൽ നമ്മൾ കാട്ടിക്കൂട്ടാന്ന് വിചാരിക്കും അല്ലേ? അതെ വിചാരിക്കും. AC 100-110 ഇട്ടോളാൻ. നമ്മൾ ഞാൻ അടുത്ത ലൊക്കേഷനിൽ പോകാം. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഞാൻ അടുത്ത ലൊക്കേഷൻ നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലമൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാണ് കേട്ടോ. ഇത് വേറെ എവിടെയാണ് സ്ഥലം. ഇതാണല്ലോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സ്ഥലം, മുസിരീസ് എന്ന് പറഞ്ഞത്. ഇവിടുത്തെ പിള്ളേരൊക്കെ ഒതുങ്ങി നിൽക്കുക, വണ്ടി വരുന്നത് പേടിച്ചിട്ടൊക്കെ. എന്താ ചെയ്യുക, ഇവിടുത്തെ വണ്ടിക്കാരെ എത്ര ഡേഞ്ചറാന്ന് തോന്നുന്നു. ഒതുങ്ങിക്കിട്ടല്ലോ പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ. കൊടുങ്ങല്ലൂർ ഞാൻ വന്നിട്ടുണ്ട്. അമ്പലത്തേക്ക് ഞാൻ മുമ്പ് പണ്ടൊരിക്കലും വന്നിട്ടില്ല. ഇപ്പം ഈ അടുത്തൊന്നും വന്നിട്ടില്ല. എനിക്ക് തൊഴണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ വരും ഒരു ദിവസത്തോടെ കൊടുങ്ങല്ലൂർ. നിങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി അമ്പലം. കൊടുങ്ങല്ലൂർ ഭരണി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആൾക്കാരെ തെറിയാണ് ഭരണിന്നൊക്കെ. തെറിയൊന്നും പറയില്ലല്ലോ. അങ്ങനെ പറയോ? ഫുൾ ചെറിയ ചിലവര് പറയണവരുണ്ട്, ചിലവര് പറയാത്തവരുണ്ട്. അതെ, ആ ഒരു തെറി പറയണ ആചാരമാണ്. ഇപ്പൊ എന്താ ആ സമയത്ത് അല്ലാണ്ടല്ല, ആ സമയത്ത് മാത്രം ആചാരം. പാരിസ്റ്റേടൻ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി. എന്ത് പള്ളിയാ? ആണോ? എനിക്കറിയില്ല. ഏത് പള്ളിന്ന് പേര് പറഞ്ഞേ? എന്താ? മസ്ജിദ്. ഓക്കെ. ഏതാണ്? ഇതാണോ അതിന്റെ ഉള്ളിലുള്ളത് അല്ലേ? പഴയ മോഡല് പള്ളി. ഓ, ഒരു പഴയ ഡച്ച് പള്ളിയാണല്ലേ. എനിക്കറിയില്ലായിരുന്നില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയണേ. ഇതാണ് കൊടുങ്ങല്ലൂരാണെന്ന് ആ പള്ളി അറിയില്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഓഹോ, നിങ്ങൾ എന്നെ മറ്റേ ആദ്യത്തെ പള്ളി നിനക്ക് അറിയില്ലെന്നൊക്കെ കളിയാക്കുന്നോ? ഇപ്പൊ കണ്ടു ഗൈസ്, ആദ്യത്തെ പള്ളി. ആദ്യത്തെ നമ്മുടെ വാരിച്ചേട്ടൻ പറയും ആദ്യത്തെ പള്ളി. ആദ്യത്തെ പള്ളി കണ്ടുപിടിച്ചു. ആദ്യത്തെ ലക്ഷ്മി തിയേറ്റർ. ആണോ? ലക്ഷ്മി ജ്വല്ലറിയുടെ ഓണറുടെ വീടാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല ആരാന്നൊന്നും. നല്ല വീടാ ഓണറിന്റെ. കൊള്ളാം. ഓണർക്ക് മോളാ മോനാ?
അമ്പലങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ? നല്ല നല്ല അമ്പലം. ഇതിപ്പോ കൊടുങ്ങല്ലൂർ ഏത് സൈഡ് അത്? കോട്ടപ്പുറം സൈഡ്. എല്ലായിടത്തും ഉണ്ടല്ലേ? തൃശ്ശൂർ കോട്ടപ്പുറം, എല്ലായിടത്തും കോട്ടപ്പുറം ഉണ്ടല്ലേ? ആരാ വീട്ടിക്ക്? ജിയോ മച്ചാനാ? അങ്ങനെ പറ. ജിയോ മച്ചാൻ. ഞാൻ ഈ വഴി വന്നാണ് തൃശ്ശൂർക്ക്. ഈ വഴി വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ജിയോ മച്ചാൻ. അയ്യോ, നിനക്ക് കേരളത്തിൽ അറിയണ്ടേ? എന്താ ചെയ്യാ? എന്നെ അറിയോ? ആൾക്കാർക്ക് ഇല്ലല്ലോ. പിന്നെ എനിക്ക് അങ്ങനെ ആൾക്കാരെ എങ്ങനെ അറിയാം? ആ ജിയോ മച്ചാൻ സായിച്ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു തുടങ്ങിയ ആളെ. മനസ്സിലായി. ഇതാണ് നമ്മുടെ ഏതാ പൊറിഞ്ചു മറിയം. ഓ കുട്ടി ഇപ്പൊ പൊറിഞ്ചു മറിയ ഏത് ദിവസമായിട്ട് പിള്ളേര് കണ്ടു കള്ളി ആ ഒരു ലൊക്കേഷൻ. ഇത് മാർക്കറ്റ്. ഓ ഇവിടെ വന്നിട്ട് ആൾക്കാർ വന്ന് തല്ലൂടണൊക്കെ അല്ലേ? ഇതിന്റെ ഉള്ളിലൊക്കെയാണ് ഗൈസ്. അടിപൊളി അടിപൊളി. നമ്മളിനി പോകുന്നത് പൊറിഞ്ചു മറിയം. എവിടേക്കാ? ആ വീട് കാണിച്ചു തരാം ഞാൻ. സ്ഥലമാണ് ഇതൊക്കെ ഭാഗല്ലേ? ഓക്കെ, അടിപൊളി. അങ്ങനെ പറയുന്നു, എനിക്കറിയില്ല. നമ്മൾ പോകുന്നത് ഇതിന്റെ ഉള്ളിൽ വണ്ടി ഒന്നും കയറില്ലേ? കേറി പോണ്ട. എന്തോ പരിപാടി നടക്കേണ്ടതുണ്ട്. പരിപാടി നടന്നതാണോ കഴിഞ്ഞതാണോ? ഗൈസ്, നമ്മുടെ പൊറിഞ്ചു മറിയത്തിനെ കാണാൻ വന്നിരുന്ന സ്ഥലം ഏതായിരുന്നു? ആ വീട് ഞാൻ അവിടെ എത്തിയിട്ട് ഫുള്ള് കാണിച്ചു തരാട്ടോ. നമ്മളൊരു എന്താ പറയാ, ഇത് കായലല്ലേ? കായലിന്റെ സൈഡ്. കോട്ടപ്പുറം കായലാണ് വരുന്നത് ഗൈസ്. അവിടെ എന്താ പേരുണ്ട് ഇതിന്? വല്ലതാ? മുസിരീസ് തന്നെയാണ് പേര്. അവിടെ എഴുതിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. അല്ലല്ലേ? കണ്ണൊക്കെ അടിച്ചു പോയാ? അവളുടെ പേരല്ലേ ഇവിടെ കണ്ടേ? ഞാൻ ഇതാ നോക്കണം. അവിടെ എഴുതിയിട്ടുണ്ടല്ലേ? അടിപൊളി. കൊള്ളാം. ഈ വീടല്ലേ? അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പൊറിഞ്ചു മറിയത്തിന്. ഞാൻ അവിടെ നിന്ന് പുറത്ത് കാണിച്ചു തന്നില്ല. ആ വീടാണ് ഫുൾ വ്യൂ. നല്ല ഭംഗിയുണ്ട്. ഈ മറിയത്തിനെ കിട്ടാണ്ടിരുന്നത് ഈ ചേട്ടൻ ഇവിടുത്തെ ഉന്മരിച്ചുകൊണ്ടാണ്. പാവം. ആ മരം ഉണ്ടാവും. കണ്ട മരം കണ്ട? ആ മരമാണ്. ഇതാണ് വീട്ടിലാണ് മറിയങ്ങനെ എത്തിച്ചു നോക്കുന്നത്. ഇത് കൂടെയാണോ അവൻ ഗേറ്റ് ഒക്കെ തുറന്നു വരുന്നത്? ഈ സെക്ഷനിലെ കൊള്ളാം. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇത് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു തന്നിരിക്കുകയാണ്. താങ്ക് യു. നമ്മൾ ഷൂട്ട് തുടങ്ങണ്ട കേട്ടോ. ഓക്കെ. ഇത് തളർന്നിരിക്കുന്ന എന്നെ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ജ്യൂസ് കുടിക്കാൻ നിൽക്കാം. അപ്പം നമ്മുടെ ക്യാമറാമാൻ വാരിസിനോടൊപ്പം നന്ദനാണ്. വായിച്ചിട്ട് ക്യാമറാമാൻ ആരോടോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ക്യാമറാമാന് 10 ലൈൻ ഉണ്ട് ഗൈസ്. 10 ലൈൻ. ക്യാമറാമാൻ 10 ലൈൻ എന്ന് പറയുമ്പോൾ വീഡിയോസ് കാണുന്നുണ്ട്. കാണിച്ചു തരാണ് പുറത്തെ പറയാണ്. എന്നിട്ട് ജ്യൂസ് വരട്ടെ. ഒരു പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ട് ഞാൻ വിത്തോട്ട് ഷുഗർ. ഞാൻ വിത്തോട്ടേ കുട്ടിക്കും. പണ്ട് മുതലേ ഞാൻ അങ്ങനെ എന്താ ചെയ്യും. എന്തിൻ്റെ വീഡിയോ ആയിരുന്നത്? ജ്യൂസ് കുടിക്കട്ടെ. നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോയി. പക്ഷേ ജ്യൂസൊന്നും കിട്ടിയില്ല. എടുക്കാം. ജ്യൂസിന് കറണ്ട് പോയി. നല്ല അപശകുനായിട്ട് കറണ്ടാ പോയി. അങ്ങനെ ഞാൻ എവിടെ കാലെടുത്ത് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. എന്താ ചെയ്യുക? ഇതായിപ്പോൾ ഒരു വിമാനം കണ്ട് ഞാൻ ആശ്വസിക്കുകയാണ്. ആ വിമാനം ഇപ്പം കാണിച്ചു തരാം കേട്ടോ. വിമാനം, വലിയ വിമാനം. അടിപൊളി, സൂപ്പർ. നമുക്ക് ജ്യൂസ് കിട്ടാണ്ടായപ്പോൾ ക്യാമറാമാൻ, ഷുഗർ കട്ടില്ലാത്ത ക്യാമറാമാൻ എന്താ കുടിക്കുന്നേ? ഡ്യൂ. ഞാൻ കുടിക്കില്ല. ഞാൻ ഷുഗർ കട്ടാ ഗൈസ്. ഷുഗർ കട്ട്. ക്യാമറാമാൻ കുറേ നാൾക്ക് ശേഷം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു വണ്ണം കുറഞ്ഞു. ഇല്ലേ പാരിച്ചേട്ടാ? പറ, ഞാൻ വണ്ണം കുറച്ചില്ലേ? ക്ഷീണിച്ചില്ല സത്യം പറ. ആ പണ്ട് അവർക്കറിയില്ലല്ലോ. അവർ നേരിട്ട് കാണല്ലോ. നിങ്ങളല്ല നേരിട്ട് കാണാൻ. നേരിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ എന്നെ വണ്ണം കുറഞ്ഞില്ലേ നോക്കിയിട്ട്. നല്ല വെയില കഴിച്ചിട്ട് പോയിട്ടാ. ഇനി നമുക്ക് റീലും കൂട്ടി എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കഴിക്കാൻ പോകും? ഫുഡ് അടിക്കാൻ. എവിടേക്ക് കാണിച്ചു തരാം ഗൈസ്. അയ്യോ, നിങ്ങൾക്കെന്നെ കാണുന്നുണ്ടോ? ഒലിച്ച് ഒഴുകിയിരിക്കുന്ന തന്നെ. എന്താണ്? അമ്പലത്തേക്ക് പോളാവൂത് എനിക്കില്ല കൈ. സത്യത്തിൽ എൻ്റെ കമ്മൽ കൂരി പോരുന്നതിപ്പോൾ ഞാൻ തളർന്നു. ഇതൊരു 10-200-ാമത്തെ ഡാൻസാണ്. ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് എന്നാണെങ്കിലും ഞാൻ വണ്ണം കുറയുന്നത് അല്ലേ? വല്ലാത്ത വർക്കൗട്ടെ. എൻ്റെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാമറാമാൻ പാരിസ് മോൻ എന്തായി? ഇത്രയും പട്ടിയായി കിതച്ച് വയ്യാണ്ടായിട്ട് എന്നോടൊരു വട്ടം കൂടി വീഡിയോ എടുക്കണമെന്ന്. ഉള്ളതുകൊണ്ട് ഓണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആരൊക്കെ നോക്കണ്ടില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഇവിടുത്തെ ആൾക്കാരെന്താ വല്ല ഫുൾ കോഴികളാണ്. ദൈവമേ, ഇയാളാണ് ഏറ്റവും വലിയ കോഴിന്ന്. അങ്ങനെ ഞാൻ പറയൂ. എന്താന്ന്? ഓ എങ്ങടാ ചത്ത് ലാസ്റ്റ്. ഇയാൾക്ക് ഇങ്ങനെ ക്യാമറ പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. അവിടെ ചത്ത് പോടും മനുഷ്യ. ഒന്ന് കൂടി എടുക്കട്ടെ ഗൈസ്. ലാസ്റ്റ് കുറേ നേരമായി. ലാസ്റ്റ് ചങ്ങൻ്റെ യുദ്ധം കഴിഞ്ഞു ഗൈസ്. എന്താ ടാഗ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ തിരിച്ച് പറഞ്ഞ വീഡിയോയിൽ ടാഗ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വാരിച്ചേട്ടൻ ഞാൻ ഇയാളെന്നെ തളർത്ത ഗൈസ്. ഞാൻ മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്കിയിട്ട് എൻ്റെ മേത്തൊക്കെ വെള്ളമായി.
ഞാൻ കുടിച്ചപ്പോൾ. അല്ലെങ്കിൽ വേർപ്പുണ്ട്. ഓ ഒരു മിനിറ്റേ. കുടുങ്ങി കുടുങ്ങി. എൻ്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ബുദ്ധൻ്റെ എടുക്കാൻ നിൽക്കുന്ന നമ്മുടെ വാരിസ് മോൻ എടുത്തെടുത്ത്. ആ ഞാൻ പോവാ. ബൈ ദ ബൈ ഞാൻ പോകുന്നു. ബൈ. നമ്മൾ പോട്ടെ ഗൈസ്. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് തളർന്നു. അമ്മേ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. മേക്കപ്പ് ഇട്ട് ഡാൻസ് കളിക്കാനും. അത് ഇതിൻ്റെ സ്മെല്ലാ. എൻ്റെ കാർ നല്ല അടിപൊളി സ്മെല്ലാ. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോട്ടെ. ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മൾ യാതിൽക്കയുടെ ഷോപ്പിലേക്കാണ്. നമ്മുടെ ഇക്കുബായ് കുഴിമന്തി. നമുക്ക് നോക്കാം. യാതിൽക്കാടില്ല എന്നാണ് പറഞ്ഞത്. എറണാകുളത്താണ്. നമുക്ക് അവിടെ നിന്ന് വിളക്കാലോ. ഇവിടെ ഒതുക്കിയിട്ട് അത് പറ്റില്ല. പെട്ടു ഇന്ന് ഇവിടെ നിൽക്കാം. ഇതൊക്കെ ഉരുട്ടെ കൈസ്. ഞാൻ മാല ഉരുട്ടെ. ഈ ഇറമാട്ടിക്കൊന്നും തട്ടുകളെ ബാക്കിലേക്ക് എടുത്തിട്ട് പറയാ. ബൈക്കുമ്പോ തട്ടുണ്ടെങ്കിൽ പറയിട്ടാന്ന്. അടിച്ച് നല്ല ഇരിക്കണ്ട. തട്ടിട്ട് വേറെ വണ്ടിക്കാർ വരുന്നുണ്ട്. അവർക്ക് പോകാനൊരു ഗ്യാപ്പ് കൊടുത്തു. തട്ടി വായ ബൈക്കുമല്ല വീഴും മനുഷ്യ. തട്ടു മനുഷ്യ. തട്ടും പറഞ്ഞിട്ട് കേക്കില്ലേ. തട്ടില്ല. അത് എന്താ നോക്ക്. വണ്ടി തട്ടി കഴിഞ്ഞാൽ വാരിസിനെ ഞാൻ കൊന്ന് ഇവിടെ അയാളവിടെ കൊണ്ടാ വണ്ടി നിർത്തി. ചേട്ടാ സോറി. ഈ മന്ദബുദ്ധിയാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളിനി പോലെ കഴിക്കട്ടെ ഗൈസ്. സത്യത്തിൽ വിശക്കുണ്ട്. നമ്മളിനി യാത്രക്കാരെ അടക്കി പോട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ പേര് കേട്ട കൊടുങ്ങല്ലൂർ അമ്പലട്ട. കണ്ട ഇവിടുന്ന് അങ്ങടാണ്. നമുക്ക് കാണില്ല. കാണുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കേ. ഇതാണല്ലോ അമ്പലം. ഫുൾ വ്യൂ അമ്പലത്തിന്റെ. കണ്ട നൈസ്. കാണുന്നു വിശ്വസിക്കുന്ന ആൾക്കാർക്ക്. കണ്ട് പോവാ. ഇതാണ് കൊടുങ്ങല്ലൂർ അമ്പലം. കൊടുങ്ങല്ലൂരിലമ്മേ. ഇക്കുബായ് കുഴിമന്തി ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇക്കുബായുടെ മുഖം കാണാം. ഇക്കുബായുടെ മുഖം അത് കാണാൻ ആരെ ശരിക്കും പറഞ്ഞ ആണോ? ഇക്കുബായ് എന്ന് പറഞ്ഞ ഫാദർ. അത് എനിക്കറിയില്ലായിരുന്നില്ല ഗൈസ്. ആണോ? അടിപൊളി. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മുടെ യാതിൽക്കയുടെ അടുത്ത സ്റ്റാഫുകളൊക്കെ അടിപൊളി സ്റ്റാഫുകളാണ് കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും അപ്പോൾ കൊണ്ടുവരുന്ന സ്റ്റാഫുകൾ പറയേണ്ട ആവശ്യമില്ല. അപ്പളേയും കൊണ്ടുവന്നിട്ടുണ്ട്. പേരെന്തായിരുന്നു? ഷെമി. എവിടെ വീട് തന്നെയാണോ? താങ്ക് യു. ഞാൻ ഡയറ്റ് പെപ്സി മാത്രമേ കുടിക്കുന്നു. നല്ല അടിപൊളി പിള്ളേരാണ്. നമ്മുടെ മന്തി എത്തി ഗൈസ്. എന്ത് മന്തിയാ? ബീഫ് മന്തിയാണല്ലേ? ഓക്കെ. വാവ് അടിപൊളി. എന്താ ഇവിടെ സ്പെഷ്യലാണോ? ഓക്കെ. ഇത് നമുക്ക് ഇനി കഴിക്കട്ടെ കേട്ടോ. ബീഫ് മന്തി ചിക്കൻ 65. നമുക്ക് ആദ്യം ചിക്കൻ 65 ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. പറഞ്ഞ പോലെ ഒന്നല്ല. എപ്പോഴും പറയാറുണ്ട് നല്ല മന്തി ഉണ്ടെങ്കിൽ കഴിച്ചു നോക്കുന്നു. പക്ഷെ സംഭവം നൈസ്. മന്തി ഒന്ന് ട്രൈ ചെയ്യാം. ഇതാണ്ട് നമ്മുടെ യാതിൽക്കയുടെ അടുത്ത സ്റ്റാഫുകൾ എല്ലാം നല്ല നല്ല സ്റ്റാഫുകളാണ്. നമുക്ക് എന്ത് ഫുഡുണ്ടെങ്കിലും പെട്ടെന്ന് എത്തിക്കലും നല്ല മന്തിനെ വിളിച്ച് പറയണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. നല്ല അടിപൊളി മന്തിയാണ്. സ്റ്റാഫുകളും അടിപൊളിയാണ്. നമുക്കെല്ലാം അപ്പം എന്തെങ്കിലും വേണോ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും വേണ്ട. താങ്ക് യു കേട്ടോ. പേരെന്തായിരുന്നു? അജയ്. ഞാൻ നേരത്തെ ശരി ഞാൻ നേരത്തെ ചോദിച്ചതാ. സത്യത്തിൽ വിട്ടുപോയതാണേ. കാണില്ലോ ഇല്ല. അപ്പോൾ ഗൈസ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് തളർന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ കണ്ട. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം നമ്മുടെ ഇക്കുബായുടെ ഷോപ്പ് എവിടെയാണെന്നുള്ളത്. എന്നാലും ഞാൻ പറയുകയാണ്. നമ്മുടെ കൊടുങ്ങല്ലൂർ ഇക്കുബായ്സിൻ്റെ ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ വേഗം നമുക്ക് ഇങ്ങോട്ട് വരാം. നല്ല അടിപൊളി മന്തിയും 65 ഞാൻ എന്താ കഴിക്കാത്തതെന്ന് വെച്ചാൽ വയറ് നിറഞ്ഞുകൊണ്ടാണ് കഴിക്കാത്തത് കേട്ടോ. ഇത് പൊടിഞ്ഞിട്ട് എനിക്ക് വീഡിയോ കൊണ്ടാണ് എന്നിട്ട് ആസ്വദിച്ച് കഴിക്കാം. നല്ല അടിപൊളി ഫുഡാണ്. ഇനി നമ്മൾ ഇറങ്ങട്ടെ. ഇനി നമുക്ക് നമ്മുടെ വാലിസ്മേനെ കൊണ്ട് ഇറക്കിയിട്ട് വേണം എനിക്ക് പോകണമെങ്കിൽ. പോട്ടെ ഗൈസ്. ബൈ. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട. ഇക്കുബായുടെ എല്ലാമല്ലാമായ മെസ്സി നമ്മുടെ ടോവിനോടെ വീടിട്ട ആളൊന്നും ആരുമില്ല. വക്കോ കുറെ വണ്ടികളുണ്ടല്ലോ. ടോവിനച്ചായന്റെ വീട് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടില്ലേ? അങ്ങനെ നമ്മുടെ ക്യാമറ മോനു നോക്കുക. വാരിച്ചേട്ടാ ക്യാമറ പാക്ക് ചെയ്യണ തിരക്കിലാണ് ഗൈസ്.
ഞാനിവിടുന്ന് ഡ്രൈവ് ചെയ്ത് ഇനി പോകണം. അപ്പോൾ നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വാരിച്ചേട്ടൻ പോവാണ്. ഇത്ര നേരം വാരിച്ചേട്ടൻ ഓടിച്ചു, ഞാൻ ഓടിച്ച് പോട്ടെ. തൃശ്ശൂർ എത്തണം. ഇവിടുന്ന് 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇനി ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ലേറ്റ് ആവും, എന്താണെന്നറിയില്ല. നമ്മൾ പോട്ടെ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വാരിസ് മോനെ ഇങ്ങോട്ട് നോക്ക്. ബസ് ഇടിച്ചു കൊണ്ടോട്ടോ, നോക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. ആൾക്കാർ നോക്കണത് ദൈവമേ ഓളിട്ടിട്ട്. ആൾക്കാർ നോക്കോ.